ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. വേൾഡ് ജോഗ്രഫിയുടെ 16-ാമത്തെ വീഡിയോ ആണ് ടൈഡുകൾ അല്ലെങ്കിൽ വേലിയേറ്റവും വേലിയിറക്കവും. അപ്പോൾ ബേസിക്കലി എന്താണ് ഈ ടൈഡുകൾ എന്ന് പറയുന്ന ഫിനോമിനൻ? നമുക്കറിയാം, നമ്മുടെ സമുദ്രത്തിൽ, നമ്മുടെ കടലിലെ ജലത്തിനുണ്ടാകുന്ന റെഗുലർ ആയിട്ടുള്ള റൈസ് ആൻഡ് ഫോളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടൈഡുകൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ സമുദ്രത്തിലെ ജലത്തിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ നമ്മുടെ സമുദ്രത്തിലെ ജലത്തിനുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചനെയാണ് നമ്മൾ ടൈഡുകൾ അല്ലെങ്കിൽ വേലിയേറ്റം, വേലിയിറക്കം എന്നൊക്കെ വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മുടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ടാണ് നമുക്കിവിടെ ടൈഡുകൾ അല്ലെങ്കിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, നമ്മുടെ ചന്ദ്രൻ ഭൂമിയോട് വളരെ ചേർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാളും അധികമായിട്ടാണ് നമ്മുടെ ടൈഡ്സിനെ സ്വാധീനിക്കുന്നത്. ഏകദേശം നമ്മളൊരു കണക്കിൽ പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ ടൈഡ്സിനെ സ്വാധീനിക്കുന്നതിനേക്കാളും 2.17 മടങ്ങ് തവണ നമ്മുടെ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മുടെ വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അതിന് കാരണം നമുക്കറിയാം, നമ്മുടെ സൂര്യൻ വലുപ്പത്തിൽ വളരെ വലുതാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഭൂമിയിൽ നിന്നും അനേകം കിലോമീറ്ററുകൾക്കപ്പുറമാണ് നമ്മുടെ സൂര്യൻ കാണുന്നത്. എന്നാൽ നമ്മുടെ ഭൂമിയോട് വളരെ തൊട്ടടുത്ത് ചേർന്നിട്ടാണ് നമ്മുടെ ചന്ദ്രൻ കാണുന്നത്. അപ്പോൾ വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് നമ്മുടെ സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാളും കൂടുതലായിട്ട് നമ്മുടെ ടൈഡ്സിനെ, നമ്മുടെ വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും സ്വാധീനിക്കുന്നത്. അത് വലുപ്പത്തിൽ വളരെ വലുത് ചെറുത് എന്നുള്ളത് വെച്ചുകൊണ്ടല്ല, ഭൂമിയോട് വളരെ ചേർന്ന് നിൽക്കുന്നത് ചന്ദ്രനായതുകൊണ്ട് ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിനെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യം വരാം, സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ നമ്മുടെ വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും കൂടുതലായിട്ട് സ്വാധീനിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. നമ്മൾ പറഞ്ഞു, ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഒരു സമയം ചന്ദ്രൻ അഭിമുഖമായിട്ട് വരുന്ന പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ടൈഡുകളാണ് ഡയറക്റ്റ് ടൈഡുകൾ. അതേസമയം ചന്ദ്രൻ ഏത് പ്രദേശത്തിനാണോ അഭിമുഖമായിട്ടിരിക്കുന്നത് അതിന് നേരെ എതിർവശത്ത് അനുഭവപ്പെടുന്ന ടൈഡാണ് ഇൻഡയറക്റ്റ് ടൈഡ്. അപ്പോൾ ഇതും ചോദിക്കും, ചന്ദ്രന് അഭിമുഖമായിട്ട് വരുന്ന ടൈഡുകൾ അനുഭവപ്പെടുന്ന പേരെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ടൈഡും, ചന്ദ്രന് നേരെ എതിർവശം അനുഭവപ്പെടുന്ന ടൈഡുകളെ നമ്മൾ ഇൻഡയറക്റ്റ് ടൈഡുകൾ എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ തന്നെ സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഏതെങ്കിലും ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ ഒരു ഡയറക്റ്റ് ടൈഡിനും ഒരു ഇൻഡയറക്റ്റ് ടൈമിനും ഇടയിലുള്ള ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത്. ഒരു ഡയറക്റ്റ് ടൈഡ് ഉണ്ടായിക്കഴിഞ്ഞ് ആ ഒരു പ്രദേശത്ത് ഇൻഡയറക്റ്റ് ടൈഡ് ഉണ്ടാകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 12 മണിക്കൂർ 25 മിനിറ്റാണ്. നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായോ? അതായത് ഇപ്പോൾ ഒരു പ്രദേശത്തിന് മുകളിൽ നമ്മുടെ ചന്ദ്രൻ നിൽക്കുവാണ്, അത് കറങ്ങി നേരെ അതിന് എതിർവശം വരുന്ന സമയത്ത് അവിടെ ഒരു ഡയറക്റ്റ് ടൈഡും ഉണ്ടായി, അവിടെ ഒരു ഇൻഡയറക്റ്റ് ടൈഡും ഉണ്ടായി. ഓക്കെ, അതായത് ചന്ദ്രൻ ഒരു പ്രദേശത്തു നിന്ന് കറങ്ങി അതിന് നേരെ എതിർവശം വന്നപ്പോൾ ആ ഒരു പ്രദേശത്ത് എന്തൊക്കെയുണ്ടായി? ഒരു ഡയറക്റ്റ് ടൈഡും അതുപോലെ തന്നെ ഒരു ഇൻഡയറക്റ്റ് ടൈഡും. ഇനി ആ ഒരു പ്രദേശത്ത് ഒരു ഡയറക്റ്റ് ടൈഡ് ഉണ്ടാകണമെങ്കിലോ ആ എതിർവശം നിൽക്കുന്ന ചന്ദ്രൻ വീണ്ടും കറങ്ങി അതേ സ്ഥലത്ത് തന്നെ തിരിച്ചു വരണം. അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് രണ്ട് ഡയറക്റ്റ് ടൈഡുകൾക്ക് ഇടയിലുള്ള ഇടവേള എന്ന് പറയുന്നത് 24 മണിക്കൂർ 50 മിനിറ്റും ഒരു ഡയറക്റ്റ് ടൈഡിനും ഒരു ഇൻഡയറക്റ്റ് ടൈഡിനും ഇടയ്ക്കുള്ള ഇടവേള എന്ന് പറയുന്നത് 12 മണിക്കൂർ 25 മിനിറ്റുമാണ്. അവിടെ എന്തുകൊണ്ടാണ് ഈ 24 മണിക്കൂർ 50 മിനിറ്റ് വന്നത്? 24 മണിക്കൂറല്ല എന്നാണ് വരേണ്ടത്. ഒരു പ്രദേശത്തിന് മുകളിൽ തന്നെ ചന്ദ്രൻ രണ്ടാമതായിട്ട് വീണ്ടും വരണം. അതായത് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന, നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം എടുത്തു. അവിടെ നിന്ന് നമ്മുടെ ചന്ദ്രൻ നമ്മുടെ ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് കറങ്ങി വീണ്ടും അതേ സ്ഥാനത്ത് ചന്ദ്രൻ വരുന്ന സമയത്ത് അവിടെ രണ്ടാമതൊരു ഡയറക്റ്റ് ടൈഡ് ഉണ്ടായി. അപ്പോൾ അതിനിടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറല്ലേ വരേണ്ടത്. എന്തുകൊണ്ടാണ് 24 മണിക്കൂർ 50 മിനിറ്റും വന്നത്? അതിന് കാരണം നമ്മുടെ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ നമ്മുടെ ചന്ദ്രൻ നമ്മുടെ ഭൂമിയെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 50 മിനിറ്റ് എക്സ്ട്രാ കയറി വരുന്നത്. അപ്പോൾ ഇതും നമ്മുടെ എക്സാമിന് റെഗുലറായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്, രണ്ട് ഡയറക്റ്റ് ടൈഡുകൾക്കിടയിലുള്ള ഇടവേള എത്രയാണെന്നുള്ളത്. രണ്ട് ഡയറക്റ്റ് ടൈഡുകളാണെങ്കിൽ 24 മണിക്കൂർ 50 മിനിറ്റും ഒരു ഡയറക്റ്റ് ടൈഡിനും ഇൻഡയറക്റ്റ് ടൈഡിനും ഇടയ്ക്കുള്ള ഇടവേളയാണെങ്കിൽ 12 മണിക്കൂർ 25 മിനിറ്റും.
ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമ്മുടെ ഭൂമിയുടെയും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും സ്ഥാനമനുസരിച്ച് നമ്മൾ ടൈഡുകളെ, വേലിയേറ്റത്തെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്നാമതായി സ്പ്രിംഗ് ടൈഡ് എന്നും രണ്ടാമതായി നീപ് ടൈഡ് എന്നും. അപ്പോൾ എന്താണ് ഈ സ്പ്രിംഗ് ടൈഡ് എന്നാൽ? നമ്മുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനും സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അപ്പോൾ അതിനെ വിളിക്കുന്നതാണ് സ്പ്രിംഗ് ടൈഡ്. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മുടെ സൂര്യനും ചന്ദ്രനും ഭൂമിയും സ്ട്രെയിറ്റ് ലൈനിൽ വരിക? ഒരു മാസം 2 തവണ, ഒരു ഫുൾ മൂണിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഒരു ന്യൂ മൂണിൻ്റെ സമയത്തും. അമാവാസിക്കും പൗർണമിയുടെ സമയത്താണ് നമ്മുടെ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ സമയം സ്ട്രെയിറ്റ് ലൈനിൽ വരിക. അപ്പോൾ ഈ സമയത്തുണ്ടാകുന്ന വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ശക്തമായിട്ടുള്ള വേലിയേറ്റവും വേലിയിറക്കവുമായിരിക്കും ഈ ഒരു സമയത്ത് അനുഭവപ്പെടുക. അടുത്തതാണ് നീപ് ടൈഡുകൾ. നമ്മുടെ ഭൂമിയും ചന്ദ്രനും സൂര്യനും ഇവിടെ പൊസിഷൻ റൈറ്റ് ആംഗിളിൽ വരുന്ന സമയം നമ്മൾ വിളിക്കുന്നതാണ് നീപ് ടൈഡുകൾ എന്ന്. അപ്പോൾ എന്താണ് നീപ് ടൈഡുകളുടെ പ്രത്യേകത? നമ്മുടെ സ്പ്രിംഗ് ടൈഡുകളുമായി താരതമ്യം ചെയ്യുന്ന സമയം ശക്തി കുറഞ്ഞ ടൈഡുകളാണ് നീപ് ടൈഡുകൾ. കാരണം സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജലത്തെ സ്വാധീനിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പ്രിംഗ് ടൈഡുകളിൽ ഉണ്ടാകുന്ന അത്രയും ശക്തമായിട്ടുള്ള ടൈഡുകൾ, വേലിയേറ്റവും വേലിയിറക്കവും ആയിരിക്കില്ല നീപ് ടൈഡുകളുടെ സമയത്തുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഹൈ ടൈഡുകൾ, ഏറ്റവും ശക്തമായിട്ടുള്ള വേലിയേറ്റം ഭൂമിയിൽ അനുഭവപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് കാനഡയിലെ ബേ ഓഫ് ഫ്യൂണ്ടയാണ്. കാനഡയിലെ ബേ ഓഫ് ഫ്യൂണ്ടയിലാണ് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സാധാരണ ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്, നമ്മുടെ കോസ്റ്റൽ ഏരിയകൾ, നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഒരു ദിവസം എത്ര ടൈഡുകളാണ് ഉണ്ടാകുന്നത്? നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഒരു ദിവസം 2 ഹൈ ടൈഡുകളും 2 ലോ ടൈഡുകളുമാണ് ഉണ്ടാകുന്നത്. ഒരു ദിവസം എത്ര ടൈഡുകൾ ഉണ്ടാകുന്നുണ്ട്? 2 ഹൈ ടൈഡ്, 2 വേലിയേറ്റങ്ങളും 2 വേലിയിറക്കവുമാണ് കോസ്റ്റൽ ഏരിയകളിൽ ഒരു ദിവസം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോർഷനിൽ നിന്നും സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്. ഇനി നമ്മുടെ MCQസിലേക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷനിലേക്കും ഒക്കെ പോകുന്ന സമയത്ത് ബാക്കിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോവുകയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. അത് നമുക്ക് MCQ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ പറയട്ടോ. ആക്ച്വലി കൊറോണയുടെ വാക്സിനേഷൻ കഴിഞ്ഞില്ലേ? കൊറോണയുടെ വാക്സിനേഷൻ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. ഈ മഴക്കാലം വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ സൗണ്ടിന് നല്ല പ്രശ്നമുണ്ട്, ബ്രീത്തിങ്ങിന് നല്ല ഡിഫിക്കൽറ്റി ഉണ്ട്. എനിക്കത് കൊറോണയുടെ മേ ബി വാക്സിനേഷൻ്റെ സൈഡ് എഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് വേനൽക്കാലത്ത് പ്രോബ്ലം ഇല്ല വീഡിയോസ് ചെയ്യുന്നതിന്, പക്ഷേ എനിക്ക് മഴക്കാലത്ത് തണുപ്പത്തൊക്കെ വീഡിയോ ചെയ്യുന്നതിന് ആഫ്റ്റർ കൊറോണയുടെ വാക്സിനേഷൻ എനിക്ക് നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയുക. ഓക്കെ.